പി വി ഉല്ലേഖ് എൻ ബി എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തനം താങ്കൾക്ക് അറിവുണ്ടാവണം. സഖാവ് പാഠ്യം ഗോപാലിൻ്റെ മകനാണ്. ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകനാണ്. കണ്ണൂരുകാരനാണ്. 3 പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലൊരു പുസ്തകം, സബ്ജക്ട് കറക്ഷൻ, അതിലൊരു പുസ്തകം പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഉല്ലേഖ് എൻ ബി ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യ പാരഗ്രാഫ് ഇങ്ങനെയാണ്: ശ്രീ പി വി അൻവർ, പി ശശി എന്ന മനുഷ്യന് കമ്മ്യൂണിസ്റ്റ് ബോധമില്ല, രാഷ്ട്രീയമില്ല. വക്കീൽ പണി എന്നത് പൊതുവെ മധ്യസ്ഥ പണിയായതുകൊണ്ട് അതിൽ ശോഭിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് ഉണ്ടാവരുത്. പൊതുജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ ഓഫീസിലും അദ്ദേഹത്തെ അടുപ്പിക്കരുത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റവും അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: രൂക്ഷ വിമർശനമാണ് എന്ന് പറഞ്ഞാൽ വക്കീൽ പണിക്ക് തിരിച്ചു പോകാൻ അഭ്യർത്ഥിക്കുകയാണ്. ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് പണ്ടേ അഭ്യർത്ഥിച്ചതാണ്, അതിന് മറുപടി കിട്ടിയില്ല. അതുകൊണ്ടാണ് തുറന്ന കത്ത് എഴുതുന്നത്. ദയവായി മാറി നിൽക്കുക, അതൊരു സൽക്കർമ്മമായി കരുതുക. ഒരു ഇടക്കാലത്ത് പാർട്ടിയുമായി നടന്നെങ്കിലും പിന്നീട് പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന ഒരു ഇടതനുകൂലിയായ ഒരു സഖാവിൻ്റെ കുടുംബത്തിലുള്ള മാധ്യമപ്രവർത്തകനാണ്. ഞാൻ അതിലെ പ്രതികരണം താങ്കളോട് ചോദിക്കുന്നില്ല ശ്രീ പി വി അൻവർ. പക്ഷേ എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. അന്ന് ഇത്തരം ആരോപണങ്ങൾ കേട്ടിരുന്നില്ല. അന്നൊരു ജനപ്രതിനിധിയും നമ്മളോട് രഹസ്യമായി പോലും എന്തൊരു ധാർഷ്ട്യമാണ് ജയരാജന് എന്ന് പറഞ്ഞിരുന്നില്ല ശ്രീ പി വി അൻവർ. അല്ല, എം വി ജയരാജൻ സഖാവും കെ രാകേഷ് സഖാവും ഒക്കെ ഇരുന്ന കാലത്തും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സഭയിലുള്ള ഈ കഴിഞ്ഞ 8 വർഷമാണല്ലോ. ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ല. ആര് പോയി പറഞ്ഞാലും കാര്യങ്ങൾ അറിയുമായിരുന്നു. ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുമായിരുന്നു. ആ ഗ്രൗണ്ട് റിയാലിറ്റീസുമായി അവർ ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും സംതൃപ്തരായിരുന്നു. ഞങ്ങൾ ഭരണകക്ഷി MLA മാർ മാത്രമല്ല, പാർട്ടി ലീഡേഴ്സ് മാത്രമല്ല, അവരെ ബന്ധപ്പെടുന്ന CM-ൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുന്ന മറ്റുള്ള MLA മാർ, മറ്റു പൊതുപ്രവർത്തകർ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവിടെ ഒരു നീതിയുടെ ഭാഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പോലീസിങ്ങിലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ടല്ലേ പിന്നെ കാര്യങ്ങൾ മാറി മറിയുന്നത്. അതാണ് അത് പാർട്ടി പരിശോധിക്കട്ടെ എന്ന് പറയുന്നത്. അത് പാർട്ടിക്ക് വിടുകയാണ്. എനിക്കതിൽ കൂടുതൽ അഭിപ്രായം പറയാൻ കഴിയില്ല ആശ്മി. എങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് പി ശശിയുടെ ഒരു പ്ലാൻ എന്താകും ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പി വി അൻവർ? അല്ല, അത് എനിക്ക് പറയാൻ കഴിയില്ല അശ്മി. അതൊന്നും ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ പാർട്ടി തന്നെ മനസ്സിലാക്കാനുള്ള ശേഷി ഈ പാർട്ടിക്കുണ്ട്. അത് അനലൈസ് ചെയ്യാനുള്ള ശേഷി പാർട്ടിക്കുണ്ട്. ആ പാർട്ടി അത് അനലൈസ് ചെയ്ത് നല്ലൊരു തീരുമാനം, ഈ അടിത്തറയിൽ ചെറിയൊരു ഇളക്കം വന്ന ഈ പാർട്ടിയുടെ അടിത്തറ ഉറപ്പിക്കാനും മനസ്സ് വേദനിക്കുന്ന താഴേക്കടയിലെ പ്രവർത്തകരുടെ മനസ്സിന് ഊർജ്ജം നൽകാനും മാറി നിൽക്കുന്ന പ്രവർത്തകരെ തിരിച്ചെത്തിക്കാനും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭാവി വൃന്ദത്തെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ശേഷിയുള്ള പാർട്ടിയുടെ നേതൃത്വം കേരളത്തിലുണ്ട്. അവരെ ആക്ഷൻ ചെയ്യണം. ആ ആക്ഷനിലേക്ക് കടന്നാൽ താഴേക്കടയിൽ പാർട്ടി പ്രവർത്തകർ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ മുഴുവൻ മാറി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നേട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയും. അല്ല മറിച്ചാണ് കാര്യമെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇപ്പം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പതിപ്പായിരിക്കും എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പി വി അൻവർ, ഞാൻ നേരത്തെ പറഞ്ഞ ഉല്ലേഖ് പിന്നെയും എഴുതുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചില പ്രവർത്തികൾ പാർട്ടി വിരുദ്ധമായതുകൊണ്ടും അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണെന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന് പാർട്ടി സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു. ഏതുതരം ചികിത്സയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നതിനെപ്പറ്റി അധികം പറയുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ 5 വയസ്സ് തികയും മുമ്പേ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇടക്കാലത്ത് പാർട്ടിയിൽ നിന്ന് ചില പ്രത്യേക സാഹചര്യത്തിൽ മാറ്റി നിർത്തപ്പെട്ട ആളാണ്. അതിനുശേഷം സംസ്ഥാന സമിതി അംഗം അല്ലാതിരിക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വന്ന ആളാണ്. അപ്പോൾ ശശിയെ വീണ്ടും ഈ പദവിയിലേക്ക് കൊണ്ടുവന്നത് ഒരു പിഴച്ചുപോയ തീരുമാനമായോ ശ്രീ അൻവർ? ഞാനത് അതിന് അഭിപ്രായം പറയാൻ മാത്രം വലുതായിട്ടില്ല അശ്മി. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാ പ്രവർത്തകനൊരു സഖാവാണ്. എൻ്റെ ലെവലിൽ ഞാൻ ഓർക്കണമല്ലോ. അപ്പം ഞാൻ ആ ലെവലിൽ നിന്നുകൊണ്ടാണ്, സത്യത്തിൽ ആ ലെവലിൽ ഞാൻ അതിലും കൂടെ കുറച്ചും കൂടെ കടന്നു കയറിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എനിക്കറിയാം അതിലെനിക്ക് ചെറിയ പ്രയാസമുണ്ട്, നിവൃത്തികേട് കൊണ്ടോ. പിന്നെ ഇത്ര വലിയ കാര്യങ്ങളിലൊന്നും ഞാൻ അഭിപ്രായം പറയാനില്ല. ഞാനത് അഭിപ്രായം പറയുകയുമില്ല. അതെല്ലാം ആലോചിക്കേണ്ടത് പാർട്ടിയാണ്. അത് പാർട്ടി ആലോചിക്കട്ടെ അശ്മി.